ചലച്ചിത്ര മേഖലയിലും ഒപ്പം സാധാരണക്കാർക്കിടയിലും അതൊരു ചർച്ച തന്നെയാവുകയാണ്. വേറെയൊന്നുമല്ല, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേറെ ആർക്കും കഴിയില്ല. എന്തുകൊണ്ട് മമ്മൂട്ടി ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നു? എങ്ങനെ മമ്മൂട്ടിക്ക് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്നു? മറ്റാർക്കും എന്തേ കഴിയാത്തത്? ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ചർച്ചയായി വരുന്നത്. പ്രത്യേകിച്ച് കളങ്കാവൽ എന്ന ചിത്രത്തെക്കുറിച്ച് അവിടെ ചർച്ച വരുമ്പോൾ അതിനകത്തിലെ ആ ഒരു കഥാപാത്രം സ്റ്റാൻലിയെക്കുറിച്ചാണ് എങ്ങും ഇപ്പോൾ നമുക്ക് കേൾക്കാനുള്ള കഥകൾ. കേരളത്തിന് പുറത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിലും അവിടെയൊക്കെ സാധാരണക്കാർക്കിടയിൽ പോലും അതൊരു ചർച്ചാ വിഷയമാകുന്നു. അതിനിടയിൽ ഹിന്ദിയിലെ സ്ട്രോങ് ബെൽറ്റുകൾ അല്ലെങ്കിൽ അവിടെയുള്ള വലിയ വലിയ താരങ്ങളും അല്ലെങ്കിൽ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സിനിമാ മേഖലയുടെ ചർച്ചകളിലും ഇത് അറിയാതെ കയറി വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സാധാരണ സിനിമയെ ഈ റേഞ്ചിൽ ലിവറേജ് ചെയ്യണമെങ്കിൽ മമ്മൂട്ടിയുടെ ആ ഒരു പ്രത്യേകത എന്ത് എന്നൊക്കെയാണ്. ഈ ഒരു കഥാപാത്രം ചൂസ് ചെയ്തതിനകത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഇത്ര ധൈര്യത്തോടെ ഏതെങ്കിലും ഒരു മുൻനിര താരത്തിന് ഇതേപോലെ ചെയ്യാൻ കഴിയുമോ? ഇല്ല എന്നുള്ളത് തന്നെയാണ്